നമ്മളുടെ ഈ പ്രോഗ്രാം ഏറ്റവും നല്ല രീതിയിൽ നടക്കുവാനും എല്ലാം പ്രാർത്ഥനയോടുകൂടി നമുക്ക് തുടങ്ങാം. പ്രേയറിനായിട്ട് എൻ്റെ സ്റ്റുഡൻസ്, എൻ്റെ 2 സ്റ്റുഡൻസാണ് അതിഥി. ചടങ്ങിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി നന്മ വാഴക്കുളം മേഖലയുടെ വൈസ് പ്രസിഡന്റും പ്രശസ്ത ഗായകനുമായ അതുപോലെ സംഗീത സംവിധായകൻ കൂടിയായ റഷീദ് വാഴക്കുളത്തെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. ഹായ് പ്രിയമുള്ളവർ, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ പാടാം നമുക്ക് പാടാം എന്ന പ്രോഗ്രാമാണ് ഇന്നിവിടെ നടക്കുന്നത്. നാഷണൽ അസോസിയേഷൻ ഓഫ് മലയാളം ആർട്ടിസ്റ്റ് നന്മ മേഖല സംഘടിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിലെ നമ്മൾ 2ാമത്തെ ഒരു പ്രോഗ്രാമാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിൻ്റെ കഴിഞ്ഞ പ്രോഗ്രാം വലിയ വിജയമായിരുന്നു. നല്ല രീതിയിൽ തന്നെ അത് നടത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു അഭിപ്രായമാണ് ആദ്യം ഉയർന്നത്. എൻ്റെ കടമ സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഇന്നിവിടെ നമുക്കെല്ലാവർക്കും അറിയാം, നന്മയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ റബി ജോസ് നിരവധി വർഷങ്ങളായിട്ട് നന്മയുടെ വാഴക്കുളത്തെയും അതുപോലെ മറ്റ് കാര്യങ്ങളെല്ലാം നടത്തുന്നത് നമ്മുടെ റബി ജോസ് ആണ്. അദ്ദേഹം ആയവന പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്, നല്ലൊരു ഗായകൻ കൂടിയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ ഈ അധ്യക്ഷൻ പ്രസംഗം ചെയ്യുന്ന റബി ജോസിനെ ഞാൻ ഏറ്റവും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനെത്തിയ ദിനേശ് പുലിമുഖം, നന്മ ജില്ലാ സെക്രട്ടറി, കവി, എഴുത്തുകാരൻ എന്ന രീതിയിലെല്ലാം പ്രാഗൽഭ്യം തെളിയിച്ച നമ്മുടെ ദിനേശ് പുലിമുഖം സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് മുഖ്യാതിഥിയായി ലഭിച്ചത് ഷാജി കരിപ്പായി എന്ന നാടക സംവിധായകനെയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇരിക്കുന്നത്. നമുക്കൊരു നാടക മേഖലയിലുള്ള നിരവധി ആളുകളിലൂടെ വന്നിട്ടുണ്ട്. എല്ലാ കലകളും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതൊരു മെഡിസിൻ കൂടിയാണ്. മറ്റുള്ളവർക്ക് ഏറ്റവും സുഖം പകരുന്ന ഒന്നാണ് കലകളെല്ലാം. ഷാജി കരിപ്പായി സാറിനെ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ ഷാജി കരിപ്പായി സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നന്മയുടെ എല്ലാമായ വാഴക്കുളത്തെ എല്ലാമായ ഒരു കലാകാരൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈണം ജോസുകേട്ടനെ പ്രത്യേകം പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമ്മുടെ ഇപ്പോൾ രക്ഷാധികാരിയാണ്. ഇതിനു മുമ്പ് നമ്മുടെ സെക്രട്ടറി ആയിട്ടൊക്കെ നമ്മുടെ നന്മ വാഴക്കുളം മേഖലയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ വാഴക്കുളം മേഖലയുടെ സെക്രട്ടറി, പത്രപ്രവർത്തകനുമായ നമ്മുടെ ജോയൽ നെല്ലിക്കുന്നേൽ അവരുടെ ഈ വേദിയിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ ഈ സ്വാഗത പ്രസംഗം നിർത്തുന്നു. നന്ദി. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി റബി ജോസ്, നന്മയുടെ സംസ്ഥാന കമ്മിറ്റി അംഗത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പൊ ഈ സംഘടനയ്ക്ക് 2 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, കലയെ പ്രോത്സാഹിപ്പിക്കുക. കലയെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പലപ്പോഴും പലരുടെയും ഒരു പ്രശ്നം ഒരു വേദി കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കലാകാരന്മാർക്ക് ഒരു വേദി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് മുഖ്യമായിട്ട് നമ്മുടെ ലക്ഷ്യം. പിന്നീട് അവരുടെ ഒരു സംരക്ഷണം. കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യമുള്ള സമയത്ത് എല്ലാവരും അംഗീകരിക്കും, അതുപോലെ അവരുടെ പരിപാടികളെല്ലാം വളരെയധികം പ്രോത്സാഹിപ്പിക്കും. പക്ഷേ ഏതെങ്കിലും രീതിയിലൊന്ന് വീണു പോയാൽ പിന്നീട് അവർക്കൊരു കൈത്താങ്ങില്ലാത്ത ഒരു അവസ്ഥ നിലവിലുണ്ടായിരുന്നു. നന്മയുടെ ശക്തമായ ഇടപെടൽ മൂലം ഇന്ന് അവർക്ക് മാന്യമായിട്ടുള്ള ഒരു പെൻഷനും അതുപോലെ
നമുക്ക് ഒരു ക്ഷേമനിധിയും എല്ലാം കൊടുക്കുവാനായിട്ട് ഈ സംഘടനയ്ക്ക് നാളിതുവരെ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും അത്യാവശ്യം നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ആമുഖമായിട്ട് പറഞ്ഞുപോയി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ ഇവിടെ പരിപാടി എന്ന് പറഞ്ഞാൽ പ്രസംഗമല്ല, നമ്മൾ കലയാണ്. കാരണം കൊച്ചുകുട്ടികളൊക്കെ കല ആസ്വദിക്കാനായിട്ട് ഇരിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് സുദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരും കല ആസ്വദിക്കാനുള്ളവരാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഈ ചടങ്ങിന് എത്തിച്ചേർന്ന നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ പാടാം നമുക്ക് പാടാം എന്ന പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടന ക്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഉദ്ഘാടനം നിർവഹിക്കുവാനായിട്ട് കവിയും എഴുത്തുകാരനുമായ ദിനേശ് പുലിമുഖം നന്മ ജില്ലാ സെക്രട്ടറിയെ ക്ഷണിക്കുന്നു. അധ്യക്ഷനോട് ഒരു കാര്യം ആമുഖമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. പ്രസംഗത്തിനൊന്നും വലിയ പ്രസക്തിയില്ല, പാട്ടാണ് പ്രധാനപ്പെട്ടത്. ഇവിടെ നിരവധി ഗായകരാണ് ഇരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രേണുകേ നീരാഗ രേണുക്കിനാവിൻ്റെ നീലക്കടമ്പിൽ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നും നിലതട്ടി വീണ രണ്ടിലകൾ നമ്മൾ. ഇന്ന് ഈ വാഴക്കുളം മേഖല കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്, ജില്ലാ കമ്മിറ്റിയുടെ നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ ലക്ഷ്യപ്പെട്ട വാക്കുകൾ അവസാനിക്കുന്നു. മുഖ്യാതിഥിയായി എത്തിയ ഷാജി കരിപ്പായി നന്മ ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നന്മ വാഴക്കുളം മേഖല സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പാട്ടിൻ്റെ ക്യാപ്ഷൻ പാടാം നമുക്ക് പാടാം. ഞങ്ങളുടെ എറണാകുളത്തൊക്കെ മെഡിക്കൽ സെൻ്ററിൽ ഇരിക്കുന്ന ചളിക്കവട്ടം പ്രദേശത്ത് ആർക്കും പാടാം എന്ന് പറഞ്ഞൊരു പരിപാടി എല്ലാ ആഴ്ചയിലും നടത്തുന്നുണ്ട്. മനുഷ്യനെ ചേർത്ത് നിർത്തുന്നതിൽ കലയ്ക്കുള്ള പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുതന്നെയാണ് ഈ കാണുന്ന കൂട്ടായ്മയുടെ ലക്ഷ്യം. കലയും സാഹിത്യവും സാംസ്കാരിക പ്രവർത്തനവുമെല്ലാം മനുഷ്യനെ നന്മയിലേക്കും പുരോഗതിയിലേക്കും നയിക്കുന്ന ഒന്നാണ്. ഇവിടെ പ്രസംഗത്തിന് ഒരു പ്രസക്തിയില്ല, ഇതൊരു കലാ സായാഹ്നമാണ്. എനിക്ക് ഞാനൊരു പാട്ടുകാരനൊന്നുമല്ല, ഇതിൻ്റെ പോലെ അത്യാവശ്യം കവിതകൾ ചൊല്ലുന്ന ആളാണ്. പക്ഷേ കവിതകളും ചൊല്ലാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പാട്ടുകാരുടെ മുമ്പിൽ ഞാനൊരു അഭ്യാസത്തിന് മുദ്രിക്കുകയാണ്. എനിക്കെപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്, നിങ്ങളെ തെറ്റിദ്ധരിക്കരുത്. ഞാനറിയാതെ കരൾ കവർന്നോടിയ പ്രാണന്റെ പ്രാണനാം പെൺകിടാവേ, എൻ്റെ പ്രാണന്റെ പ്രാണനാം പെൺകിടാവേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. അടുത്തായി ആശംസകൾ പറയുന്നതിനായിട്ട് ഈണം ജോസിയേട്ടനെ പാടാം നമുക്ക് പാടാം എന്ന ഈ പ്രോഗ്രാം കേൾക്കാൻ വളരെ ആകാംക്ഷയോടുകൂടി നിൽക്കുന്ന നിങ്ങളുടെ മുമ്പിൽ
മറ്റൊന്നും സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പരിപാടിക്കും ഈ പാടാമെന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നിർത്തുന്നു. ഏറെ ബഹുമാനപ്പെട്ട കലാകാരന്മാരെ, കലാസ്വാദകരെ, വളരെ നല്ലൊരു അന്തരീക്ഷമല്ലേ ഇത്? കുട്ടികളോടാണ് ചോദിക്കുന്നത്. ഏതെല്ലാം തരത്തിലുള്ള കലാകാരന്മാർ ഇവിടെയുണ്ട്? നിങ്ങൾ കേട്ടോ? ശ്രദ്ധിച്ചോ? കേട്ടില്ല? രചയിതാക്കളുണ്ട്, അഭിനയിക്കുന്നവരുണ്ട്, പാടുന്നവരുണ്ട്, നിരവധി കലാകാരന്മാരെ നിങ്ങൾ ഒരുമിച്ച് കണ്ടിരിക്കുകയാണ്. എനിക്ക് വളരെ ആഹ്ലാദഭരിതമായ ഒരു അന്തരീക്ഷമായിട്ടാണ് തോന്നുന്നത്. നമ്മളെല്ലാവരും ഇപ്പോൾ നമുക്ക് പാടാം എന്ന ഈ പരിപാടിയിലേക്ക് ആകാംക്ഷാഭരിതരായിരിക്കുകയാണ്. എല്ലാവർക്കും സ്നേഹാശംസകൾ നേരുന്നു. അടുത്തായി ആദരിക്കൽ ചടങ്ങാണ്. ഉദ്ഘാടനം നിർവഹിച്ച ദിനേശ് പുലിമുഖൻ സാറിനെ ക്ഷണിക്കുകയാണ്. ആദരിക്കപ്പെടുന്നവർ ഈണം ജോസിയേട്ടനെ ആദരിക്കുന്നു. സംഗീത സംവിധായകനായ വാഴക്കുളത്തിൻ്റെ എല്ലാമായ ഈണം ജോസിയേട്ടനെ ആദരിക്കുന്നു. വാഴക്കുളത്തിൻ്റെ ഇൻഫാമിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായ ജോസ് എടപ്പാട്ട്, പ്രശസ്ത ഗായകനും വാഴക്കുളം ഈണം ഓർക്കസ്ട്രയിലൂടെ ലോകമെന്നും എല്ലായിടത്തും അറിയപ്പെടുന്ന നമ്മുടെ വാഴക്കുളം സലീം നിരവധി വർഷങ്ങളായി കലാമേഖലയിൽ പ്രവർത്തിക്കുന്ന സംഗീത സംവിധായകനും ഗായകനും ഒക്കെയായ തോമസ് പാലക്കൻ അവരുടെ വേദിയിലേക്ക് നിരവധി സ്കൂളുകളിൽ കുട്ടികൾക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ് PT തോമസ് സാർ. തോമസ് സാറിനെ വേദിയിലേക്ക് കർത്തമായി ക്ഷണിക്കുകയാണ്. അടുത്ത ആദരം ഏറ്റുവാങ്ങുന്നതിനായി ചിറ്റൂർ സന്തോഷ് പ്രേമനസീർ സഹോദര സമിതിയുടെ ഇടുക്കി ജില്ലയുടെ പ്രസിഡന്റ് കൂടിയാണ്, ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തായി ജോഷി വിഘ്നൻ, ക്യാമറമാനും എഡിറ്ററുമായ ജോഷി വിഘ്നൻ അവരെ ക്ഷണിക്കുന്നു. അടുത്തായി ബീന ജോഷി അവരെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. ലിസി ജോണി ആദ്യത്തെ നല്ലൊരു ശിങ്കാരി മേളത്തിന്റെ അകമ്പടിയോടുകൂടി തന്നെ നമുക്ക് നല്ലൊരു കയ്യടിയോട് തന്നെ നമ്മുടെ ഈ നമുക്ക് ക്ഷണിക്കാം. ലിസി ജോണി നിരവധി കുട്ടികൾക്ക് കലയെ പറഞ്ഞു കൊടുത്ത ഒരു വ്യക്തിത്വം കൂടിയാണ്. സരസ്വതി രാധാകൃഷ്ണൻ, സരസ്വതി ടീച്ചറെ വേദിയിലേക്ക് ആദരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. അതുപോലെ ജെയിംസ് സൻസായി കരാത്തെ മാസ്റ്ററാണ്. നിരവധി വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് നമ്മുടെ സൻസായി വേദിയിലേക്ക് കാർഡുമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രശസ്ത കലാകാരനായ അനീഷ് വാഴക്കുളം, മഴവിൽ മനോരമയിലൂടെ ധാരാളം പേർ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അനീഷ് വാഴക്കുളം. നിരവധി തവണയാണ് അദ്ദേഹം ബമ്പർ ചിരിയിൽ നമ്മളെ കുടുകുട ചിരിപ്പിച്ചത്. അദ്ദേഹത്തിന് വേദിയിലേക്ക് കാർഡുമായി ക്ഷണിക്കുന്നു. അതുപോലെ നമ്മുടെ ഗാനരചനയും സംഗീത സംവിധാനവും നിർവഹിച്ച വാഴക്കുളത്തിന്റെ ഒരു പൊന്നോമനയായി മാറിയ നമ്മുടെ മരീന ഷാജിനെ ഞാൻ ആർദ്രമായി ക്ഷണിക്കുന്നു. ജോസിയേട്ടനെ ഈ ഇത് നൽകുന്നതിനായി ക്ഷണിക്കുകയാണ്. നന്ദി പറയുന്നതിന് മുമ്പായി നമുക്ക് ഒരു കാര്യം കൂടിയുണ്ട്. നമുക്ക് ഇവിടുത്തെ ഈ സ്കൂളിന്റെ ഒരു കാര്യം പറയുന്നതിനായിട്ട് നമുക്ക് ആഷ്ലി സൻസായിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഷിൻബുക്കാൻ കരാത്തെ എന്ന ഈ ജപ്പാൻ കലയായിട്ടുള്ള കരാത്തെ സ്കൂളിൻ്റെ ഒരു ഇൻസ്ട്രക്ടറാണ് സബായ് ജസ്മി. നമ്മുടെ കൂടെയുള്ള ഷിൻബുക്കാൻ കരാത്തെ സ്കൂളിലെ കുട്ടികൾ ഒത്തിരി പേരുടെ ഉണ്ട്, അതുപോലെ പാരൻസും. അതുകൊണ്ട് ഈ ഒരു വേദിയിൽ വെച്ച് ഈ ഒരു കാര്യം ഞങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ജസ്മി കൊറോണ കാലം മുതൽ തന്നെ നമ്മുടെ കരാട്ടെ സ്കൂളിൻ്റെ ഒരു പാർട്ടായിരുന്നു. കൊറോണ സമയത്തും അദ്ദേഹത്തിൻ്റെ പാരൻസ് ഒത്തിരി കഷ്ടപ്പെട്ട് കൊറോണ സമയങ്ങളിൽ പോലും ഒത്തിരി കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രക്ത സഞ്ചാരം എടുത്ത് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വളർന്ന് നല്ലൊരു ചാമ്പ്യനായിട്ട് മുന്നോട്ടേക്ക് വന്നു. അദ്ദേഹം ഒരു സ്റ്റേറ്റ് ചാമ്പ്യനായി, അതിനുശേഷം ഒരു നാഷണൽ ചാമ്പ്യനായി. അതുപോലെ ഇപ്പോൾ നിലവിൽ ഈ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു ഷിൻബുക്കാൻ ആനിക്കാട് ഡോജോയുടെ ഇൻസ്ട്രക്ടർ ഇൻചാർജായിട്ടും ജസ്മീനെ ആയിരുന്നു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ +2 പഠനത്തിന് ശേഷം ഇപ്പോൾ നമ്മളുടെ അടുത്ത് നിന്ന് ജോർജിയയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് ആൾ പോവുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം ഈ ഒരു സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും മുൻപിൽ വെച്ച്
നന്മ ടീമിൻ്റെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തിന് സമർപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഏറെ സ്നേഹത്തോടു കൂടി ജസ്മിയെ ഈ ആദരം ഏറ്റുവാങ്ങാനും അതുപോലെ തന്നെ മാഷിൻ്റെ അസാന്നിധ്യത്തിൽ ഈ ഒരു ഹോണറിങ് അനുമോദനം ഇവിടെ നൽകാനായി മാഷിൻ്റെ പത്നി പ്രിയപ്പെട്ട സിജി ആൻറ്റിയെയും ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചോളൂ. ഷിംബുഖാൻ കരാട്ടെ സ്കൂളിന്റെ എല്ലാമായ ഒരു വ്യക്തിത്വമാണ്. ഈ കുഞ്ഞു മോളാണെന്ന് വിചാരിക്കേണ്ട. കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ നേടി നിരവധി രാജ്യങ്ങളിലൂടെയെല്ലാം സഞ്ചരിച്ച ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ ജസ്മി. നമ്മളെല്ലാവരും വളരെ അക്ഷമയോടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം നമുക്ക് പാടാം എന്ന പ്രോഗ്രാമിനാണ് വെയിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് വലിയൊരു നന്ദി പ്രസംഗത്തിന് ഈ ഒരു സാഹചര്യത്തിൽ പ്രസക്തിയില്ല എന്നറിയാം. എങ്കിലും ഈ ഒരു പ്രോഗ്രാമിൽ ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും അതുപോലെ തന്നെ എൻ്റെ പാരൻസ് എല്ലാവർക്കും അതുപോലെ കുട്ടികൾക്കും അതുപോലെ റഷീദ് സാറിൻ്റെയും ഡെലിത് സാറിൻ്റെയും സഹപ്രവർത്തകർക്കും അതുപോലെ തന്നെ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന ഓരോ ചേട്ടന്മാർക്കും എല്ലാവർക്കും, വീഡിയോഗ്രാഫർമാർ, ഫോട്ടോഗ്രാഫർമാർ, അതുപോലെ നമ്മുടെ എൽദോ സാറിന് സപ്പോർട്ടായിട്ട് വരുന്ന ചേട്ടനും എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന പാടാം നമുക്ക് പാടാം എന്ന പ്രോഗ്രാം നമ്മൾ ഉടനെ തന്നെ ആരംഭിക്കുകയാണ്.